ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ വാടകപ്പുരയിലെത്തി. വാതിൽ തുറന്നിട്ടുള്ളൂ ഇന്നത്തെ. പിന്നെ പോയിട്ട് 2 ദിവസമായി. 2 ആങ്ങളാരും ഒരു മുറ്റത്താണ് താമസം. അപ്പോൾ അവരടുത്തൊന്ന് പോയി ഞാൻ സന്ദർശിച്ച് വന്നു. 2 ആങ്ങളാരി മക്കളെയും ഒക്കെ കണ്ട് അവരുടെ ഇടയിൽ കൂടെ 2 ദിവസം ഇടപഴകി ഞാൻ വന്നു. ഇനി വീണ്ടും നമ്മളെ വാടകപ്പുരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇനി റമളാൻ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും പോകും. കാരണം റമളാൻ എന്ന് വെച്ചാൽ അങ്ങനെയാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ സന്തോഷങ്ങളും ഉണ്ട്, അതിലുപരിയായിട്ട് സങ്കടങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് നമ്മളെ റമളാൻ മാസത്തിനെ ആരാധിക്കാനും ആസ്വദിക്കാനും പിന്നെ റമളാനെ നല്ല രീതിയിൽ സന്തോഷത്തോടെ സ്വീകരിക്കാനും എൻ്റെ സങ്കടങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സങ്കടമാണെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും സാധാരണ ഞാൻ എങ്ങനെയോ റമളാനെ സന്തോഷത്തോടെ വരവേൽക്കണം. അതേപോലെ തന്നെ എനിക്ക് കഴിയണേ എന്ന് ഞാൻ 2ാമത്തെ വർഷമാണിത്. എൻ്റെ വിഷമത്തിൻ്റെ ആഴങ്ങളിൽ കൂടെ ഞാൻ 2ാമത്തെ റമളാനാണ്. റമളാനിലേക്കാണ് അള്ളാഹു എന്നെ എത്തിക്കണമെന്ന് ഞാൻ വിചാരിക്കണു. എത്തിക്കട്ടെ. നമുക്കെല്ലാവർക്കും, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും തന്ന് ആ മാസത്തിനെ സന്തോഷത്തോടെ നമുക്ക് ആ റമളാൻ എന്താണെന്നുള്ളത് രുചിക്കാനും. റമളാൻ അത്രക്കും ഇഷ്ടമാണ്. എനിക്ക് വലിയ അറിവുണ്ടായിട്ടൊന്നല്ല കേട്ടോ. ചെറുപ്പം മുതൽ തന്നെ റമളാൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത ഇഷ്ടമുള്ളൊരു മാസമാണ്. രാവും പകലും ഒരേപോലെ. ഇപ്പോൾ എനിക്ക് എപ്പോഴും ക്ഷീണവും ഉറക്കവും ഒക്കെ ഇല്ലേ. റമളാൻ ഫസ്റ്റ് മുതൽ അങ്ങ് തുടങ്ങിയ പിന്നെ ഉറക്കമൊക്കെ കുറയും. അങ്ങനെ അത്രയും സന്തോഷമാണ് ആ മാസം. പക്ഷെ അത്രയും ഞാൻ ഇഷ്ടപ്പെടുന്ന ആ സന്തോഷത്തിൻ്റെ മാസത്തിൽ തന്നെയാണ് ഒരിക്കലും സഹിക്കാനാവാത്ത വേദനൻ്റെ വേർപാട് കൊടുക്കാനുള്ള സങ്കടം എൻ്റെ റബ്ബ് എനിക്ക് തന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഉമ്മാനെയും ആങ്ങളാരെയും കുട്ടികളെന്നൊക്കെ പോയി കണ്ടു. ആങ്ങളെന്നെ കണ്ട് ചെനങ്ങാട് റോഡിൻ്റെ അവിടേക്ക് ആക്കി തന്നു. ആങ്ങളെ കടയിലേക്ക് പോവുകയാണ്. ഇന്നലെ ഡയാലിസിസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് വന്ന് കിടക്കുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങളാണ്. അള്ളാഹു എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി തരട്ടെ നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ നമ്മൾ വാടക വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വല്ലാതൊന്നുമില്ല, ഒക്കെ ഞാൻ ചെയ്തിട്ടാണ് പോയത് കേട്ടോ. അവിടെ മതിൽ കഴുകിക്കേ പോകുന്നുള്ളൂ. മതിലൊക്കെ നല്ല വൃത്തിയായിക്കണം കണ്ടോ. മതിലുമേലുള്ള പൊടിയും ചളിയൊക്കെ പോയിക്കണു. നോക്കിയൊക്കെ കണ്ടോ. അപ്പോൾ ഇവർ ഓണർ ഇവിടെ ഗേറ്റ് മേലത്തൊക്കെ കളഞ്ഞിരിക്കണു കറകളൊക്കെ. അപ്പോൾ ഓണറിൻ്റെ വീട്ടിൽ മതിൽ തേക്കുക, കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അത് ചെയ്യണ തിരക്കായിരുന്നു. അപ്പം അങ്ങനെ എനിക്കിപ്പോൾ ഇത് ചെയ്താലാണ് പോയി വരാൻ പറ്റില്ല. പിന്നെ ഞാൻ പോവില്ല എവിടേക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് പോയി വന്നു. ആ കാര്യങ്ങൾ കഴിഞ്ഞു റാഹത്തായി വന്നു. അപ്പോൾ ഇതൊക്കെ കഴുകുമ്പോഴാണ് തോന്നുന്നു ഇവിടേക്കൊക്കെ കുറച്ച് പൊടിയും മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഞാൻ കഴുകി വിട്ട് പോയതാട്ടോ. റമളാനെ സംബന്ധിച്ച് തന്നെ ഒക്കെ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചൊക്കെ കഴുകി വിട്ട് പോയത്. അപ്പോൾ ഇവിടെ കുറച്ച് പൊടിയും ഇതൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാ അതൊക്കെ കഴുകണം. അപ്പം ഞാൻ അമ്മാമ്മൻ്റെ മകളെ അടുത്തൊന്ന് പോയിട്ട് വരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ദുആ ചെയ്യുന്നതിലും ഉൾപ്പെടുത്തണം കേട്ടോ. ഞാനും എനിക്ക് അറിയുന്നവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കും സ്നേഹിക്കുന്നവരും സ്നേഹിക്കാത്തവരും ഒക്കെ ഉണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ദുആകളിലും ഈ പാവപ്പെട്ട നമ്മളെ ഉൾപ്പെടുത്തണം കേട്ടോ. ഇപ്പോൾ പോയിട്ടുണ്ട്. ഇപ്പോൾ കടലിലാണുള്ളത്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പണി വെളിച്ചം ഇരുട്ടായാലാണല്ലോ അവർക്ക് പണി ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ കടലിലാണുള്ളത്. നല്ല പണിയൊക്കെ കിട്ടി വരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാം കേട്ടോ. ലൈക്ക് ചെയ്യുക.